ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പം നമ്മൾ റീസണിങ് ആണ് നോക്കുന്നത്. അപ്പം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ റീസണിങ് എന്ന് പറയുന്നത്. ചോദ്യങ്ങളിലാണെങ്കിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ, പല രീതിയിൽ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കുറേ പരീക്ഷകൾക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ എ എൽ പി എക്സാമിന് ചോദിച്ചിട്ടുള്ള റീസണിങ്ങിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഒരു ക്ലാസ്സിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് അല്ല റീസണിങ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ബോറടിക്കുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മിക്സഡ് ആയിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുള്ളത്. കാരണം ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ബോറടിക്കും. അതേസമയം ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും സോൾവ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ ക്ലാസ്സിലും റീസണിങ് നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് കീർത്തി എന്നാണ്. ബിൽഡിയർ കരിയർ എക്സ്ക്ലൂസീവ് ആയിട്ട് SSC RRB എക്സാം ഓറിയന്റഡ് ആയിട്ടൊരു ചാനലാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കയറി കാണാം. ഇതിനകത്ത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ഉണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക. കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിജയ് സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ. ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. വിജയ് സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ ആൻഡ് ഡ്രൈവ്സ് 10 കിലോമീറ്റർ ടുവാർഡ്സ് നോർത്ത്. അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റിൽ ഈസ്റ്റ്, റൈറ്റിൽ വെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ളത് നോക്കേണ്ടത്. ഇനി ഒരു കാര്യവും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഡയറക്ഷൻ മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് എവിടെയാണ്? നമ്മുടെ ലെഫ്റ്റ് ആണ്. റൈറ്റ് നമ്മുടെ റൈറ്റ് ആണ്. ഡയറക്ഷൻ മേലേക്കാണെങ്കിൽ, ഡയറക്ഷൻ താഴേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആവുകയാണ് ചെയ്യുക. ഇനി ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? എവിടെയാണ് ലെഫ്റ്റ് വരിക? ഇവിടെ ലെഫ്റ്റും ഇവിടെ റൈറ്റും ആണ് വരുന്നത്. ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ മുകളിൽ ലെഫ്റ്റും ഇവിടെ റൈറ്റും ആണ് വരുന്നത്. ഈ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനിൽ നിന്നും വരുന്ന ഏത് ക്വസ്റ്റ്യനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് വരുന്നത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോയിന്റ് എയിൽ നിന്നും വിജയ് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? നോർത്തിലേക്ക് പോവുകയാണ് അല്ലെ. നോർത്തിലേക്ക് എത്ര കിലോമീറ്റർ പോയി? 10 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. എന്നിട്ട് എന്താ ചെയ്തത്? ലെഫ്റ്റ് ടേൺ ആണ് എടുത്തത്. അപ്പൊ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് നമ്മുടെ ലെഫ്റ്റ് തന്നെയാണ്. ലെഫ്റ്റിലേക്ക് എത്ര ദൂരം പോയി? 4 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോയി. അപ്പൊ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വന്നു അല്ലെ. ഇനി എങ്ങോട്ടേക്കാണ്? എഗെയിൻ എങ്ങോട്ടേക്കാണ് ടേൺ ചെയ്യണത്? ലെഫ്റ്റിലേക്ക് തന്നെയാണ് എഗെയിൻ ടേൺ ചെയ്യണത്. അപ്പൊ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ്? താഴേക്കാണ് വരുന്നത് അല്ലെ. എത്ര കിലോമീറ്റർ വന്നു? 12 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സഞ്ചരിച്ച 10 കിലോമീറ്ററും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 12 കിലോമീറ്റർ ദൂരത്തേക്ക് വന്നു. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടേക്കായി? താഴേക്കായി അല്ലെ. ഇനി എന്താണ്? എഗെയിൻ ലെഫ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ താഴേക്കുള്ള ഡയറക്ഷനിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ആ ലെഫ്റ്റിലേക്ക് എത്ര ദൂരമാണ് പോകുന്നത്? 9 കിലോമീറ്റർ പോകുന്നുണ്ട്. ഓക്കെ, 9 കിലോമീറ്റർ പോയി ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണത്? ഒരു ലെഫ്റ്റും കൂടെ എടുക്കുകയാണ്. മൊത്തം ലെഫ്റ്റിലാണ് കളി അല്ലെ. ഒരു ലെഫ്റ്റ് കൂടെ എടുക്കണം. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. എത്ര ദൂരം പോകുന്നുണ്ട്? 2 കിലോമീറ്റർ ദൂരം മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്? പി എന്നുള്ള പോയിന്റിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇത് 10 ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 12 ആണ്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ എയുടെ അതേ ഡയറക്ഷനിലായിരിക്കും വരുന്നുണ്ടാവുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എയിലേക്ക് എത്താനായിട്ട് ഇനി എത്ര ദൂരം ട്രാവൽ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 4 ആണ്. അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ടോട്ടൽ 9 ആണ്. ഇത്രയും ഭാഗം 4 ആണെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? 9 - 4 ചെയ്യുമ്പോൾ നമുക്ക് 5 കിലോമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ടേക്കാണ് പോവേണ്ടത്?
എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക്, അതായത് ഏത് ഡയറക്ഷനിലേക്കാണ് പി ഇനി പോവേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെസ്റ്റിലേക്ക് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഇനി എന്തുണ്ടാവുന്നത്, പി എയിലേക്ക് എത്തുന്നത്. വെസ്റ്റിലേക്ക് 5 കിലോമീറ്റർ പോകുമ്പോഴാണ് പി ഇനി എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. സോറി, ഞാൻ ചെറുതായിട്ടൊന്ന് തെറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് വെസ്റ്റും ഇത് ഈസ്റ്റും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളത് ഞാൻ ആദ്യം പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും, ഈശ്വര ഈ ടീച്ചർ തെറ്റാണല്ലോ ഈ പറയേണ്ടതെന്ന്. എനിക്ക് എന്നും ഈസ്റ്റും വെസ്റ്റും തെറ്റിപ്പോകുന്ന ആളാണ് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈസ്റ്റും വെസ്റ്റും എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ് ഈസ്റ്റ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തെറ്റിപ്പോയിന്ന്. ഓൾറെഡി സോൾവ് ചെയ്യുമ്പോഴും ഈ ബോധമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്, 5 കിലോമീറ്റർ ടു ദ വെസ്റ്റ് ആണ് എന്ത് വരുന്നത്, ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Each of M, N, O, P, Q, R and S plays a game on a different day of a week starting from Monday and ending on Sunday of the same week. ഒരാഴ്ചയിൽ മൺഡേ മുതൽ സൺഡേ വരെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, അപ്പൊ ആഴ്ചയിൽ 7 ദിവസം. ഇനി എന്താ പറയുന്നത്, 7 പേര് ഗെയിം കളിക്കുകയാണ്. ഓരോരുത്തരും പല പല ദിവസങ്ങളിലായിട്ടാണ് ഗെയിം കളിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എം എപ്പോഴാണ് കളിക്കണേ, എം പ്ലേസ് ദ ഗെയിം ഓൺ വെനസ്ഡേ. എം വെനസ്ഡേ ആണ് ഗെയിം കളിക്കുന്നത്. ഓൺലി 2 പേഴ്സൺസ് പ്ലേ ദ ഗെയിംസ് ബിറ്റ്വീൻ എം ആൻഡ് ക്യൂ. എമ്മിന്റെയും ക്യൂവിന്റെയും ഇടയിൽ 2 ആൾക്കാരാണ് ഗെയിം കളിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഇല്ല, റൈറ്റ് സൈഡിലേക്ക് സ്പേസ് ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ ആര് കളിക്കുന്നുണ്ട്, ക്യൂ കളിക്കുന്നുണ്ട്. ക്യൂ അപ്പൊ സാറ്റർഡേ ആണ് ഗെയിം കളിക്കുന്നത്. O plays the game on the day immediately before R but not on Thursday. അതായത് ആറിന് തൊട്ട് മുന്നത്തെ, 6 ഗെയിം കളിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസമായിട്ട് ആര് ഗെയിം കളിക്കുന്നുണ്ട്, ഓ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ തേഴ്സ്ഡേ അല്ല. അപ്പൊ നോക്കാം, 2 സ്പേസ് വേണം അല്ലെ. സൺഡേയിലില്ല, സാറ്റർഡേ ഇല്ല, ഫ്രൈഡേയിലുണ്ട്. പക്ഷെ ഫ്രൈഡേ 6 കളിച്ചു കഴിഞ്ഞാൽ ഓ കളിക്കുന്നത് ഏത് ദിവസമാണ്, തേഴ്സ്ഡേ ആണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു. വെനസ്ഡേ ഇല്ല, ട്യൂസ്ഡേ 6 ഗെയിം കളിച്ചാൽ മൺഡേ ഓ ഗെയിം കളിക്കും. ഓക്കെ, അപ്പൊ അതും കറക്റ്റായി. ഓൺലി 2 പേഴ്സൺസ് പ്ലേ ദ ഗെയിംസ് ബിറ്റ്വീൻ എൻ ആൻഡ് എസ്. എന്നിന്റെയും എസിന്റെയും ഇടയിൽ 2 ആൾക്കാരാണ് ഗെയിം കളിക്കുന്നത്. എൻ ഡസ് നോട്ട് പ്ലേ ദ ഗെയിം ഓൺ ദ ലാസ്റ്റ് ഡേ. എന്ന് ലാസ്റ്റ് ദിവസമല്ല ഗെയിം കളിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ആൾക്കാരുടെ ഗ്യാപ്പ് വരണം, തേഴ്സ്ഡേയും സൺഡേയും. എൻ അവസാനം അല്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എസ് ആണ് അവസാനം വരുന്നത്. എൻ തേഴ്സ്ഡേ വരും. പിന്നെ അവിടെ ഉള്ള ആൾ ആരാണ്, പി ആണ് അവിടെ ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പി ഗെയിം കളിക്കുന്നത് ഏത് ദിവസമാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. പി ഏത് ദിവസമാണ് ഗെയിം കളിക്കുന്നത്, ഫ്രൈഡേ ആണ് അല്ലെ. ഫ്രൈഡേ ആണ് പി ഗെയിം കളിക്കുന്നത്. മനസ്സിലായോ? ഇത് ആക്ച്വലി നമ്മുടെ ആ ഒരു ലൈനിൽ ഇരുന്നിട്ട് 7 ആൾക്കാർ ഇരുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുന്ന സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തു, അതിന്റെ ആ ഒരു രീതി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇമീഡിയറ്റ്ലി ലെഫ്റ്റ്, ഇമീഡിയറ്റ്ലി റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം ഒരു ഗെയിം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. LF58 is related to ID49 in a certain way. In the same way, YK36 is related to VI27. Which of the following is RO61 related? Following the same logic. എന്താ പറയുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അതായത് LF58 ID49 ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് LF58 ID49 ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം അല്ലെ. ഇവര് തമ്മിൽ എന്താ ബന്ധം, IJKL അല്ലെ. DEF 54589. ഇതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. YK36 എന്ന് നോക്കുക, VI27 എന്ന് നോക്കുക, എന്താണ് 6723 IJKVWXY. അപ്പൊ ഈ റിലേഷൻ ആണ് നമുക്കിനി വേണ്ടത്. അപ്പൊ RO61
1 കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? 2 ആണ് വരേണ്ടത്. ആൻസർ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. OM52 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ വരുന്നത്? 5 6 എന്ന് വരും. എന്താ വരണേ? MNOOPQR. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി OM52 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ്, പക്ഷെ എന്തുണ്ടാവുന്നുണ്ട്? ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെഫർ ടു ദ ഫോളോവിങ് നമ്പർ ആൻഡ് സിമ്പിൾ സീരീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. എന്താ പറയുന്നത്? ലെഫ്റ്റും റൈറ്റും തന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി സച്ച് സിമ്പിൾസ് ആർ ദർ ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ നമ്പർ ആൻഡ് ഓൾസോ ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ അനദർ നമ്പർ? എന്താ പറയുന്നത്? രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ എത്ര സിമ്പലുകൾ വന്നിട്ടുണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സിമ്പല് രണ്ട് നമ്പറുകളല്ല, രണ്ടാമത്തെ സിമ്പല് രണ്ട് നമ്പറുകളല്ല, മൂന്നാമത്തെ സിമ്പല് രണ്ട് നമ്പറുകളാണ്, അപ്പൊ അത് അവിടെ കൊടുത്തു. നാലാമത്തെ സിമ്പല് രണ്ട് നമ്പർ ആണ്, അതും അവിടെ കൊടുത്തു. അടുത്ത നമ്പർ രണ്ടും എന്താണ്? അടുത്ത സിമ്പല് രണ്ടും നമ്പേഴ്സ് ആണ്, സോ അതും വന്നു. അടുത്ത സിമ്പല് രണ്ടും എന്താണ്? നമ്പേഴ്സ് ആണ്. അടുത്ത സിമ്പല് രണ്ടും നമ്പേഴ്സ് അല്ല, സിമ്പല് നമ്പേഴ്സ് അല്ല, സിമ്പല് രണ്ടും നമ്പേഴ്സ് ആണ്. അപ്പൊ മൊത്തം എത്ര സിമ്പല് വന്നു? 1 2 3 4 5. 5 സിമ്പലുകളാണ് രണ്ട് നമ്പറുകളുടെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 സിമ്പലുകളാണ് രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In the following triad, each group of letters is related to the subsequent of one following a certain logic. Select from the given options the one which follows the same logic. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം നോക്കണം അല്ലേ? MAKE, അവിടെ എന്താണ്? MEKA. എമ്മും കെയും പൊസിഷൻ മാറിയിട്ടില്ല. എ ഇങ്ങോട്ട് മാറി, ഇ ഇങ്ങോട്ട് മാറി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? AEMK. ഇപ്പൊ എന്താണ്? ഇ കെ ഇങ്ങോട്ടേക്ക്, എ ഇങ്ങനെ മാറി, എം ഇങ്ങനെയും മാറി. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിം ലോജിക്കിൽ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കണം അല്ലെ? അപ്പൊ ആദ്യം പൊസിഷൻ മാറാത്തത് നോക്കണം. ഇപ്പം WW പൊസിഷൻ മാറിയിട്ടില്ല അല്ലെ? അതുപോലെ എന്താണ്? എന്തും മാറിയിട്ടില്ല, എന്നും പൊസിഷൻ മാറിയിട്ടില്ല. അപ്പൊ ഇത് ഓപ്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്, ആൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. VW പൊസിഷൻ മാറി, GR പൊസിഷൻ മാറി, RR പൊസിഷൻ മാറിയിട്ടില്ല. പിന്നെന്താണ്? എന്ത് മാറാൻ പാടില്ല? മൂന്നാമത്തേത് മാറാൻ പാടില്ല അല്ലെ? N ഇവിടെ എന്തായി? E ആയി. അപ്പൊ ഇതും പൊസിഷൻ മാറിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ മനസ്സിലായി, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിൻഡ് എന്നാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? W I ഇങ്ങോട്ടേക്ക് വന്നു, N അവിടെ തന്നെ കൊടുത്തു, D ഇങ്ങോട്ടേക്ക് വന്നു. ശരിയാണ്. ഇനി അടുത്തത് എന്താണ്? എങ്ങോട്ടേക്കാ മാറേണ്ടത്? W തേർഡ് പൊസിഷനിലേക്ക് പോയി, D അവിടെ തന്നെ നിന്നു, I എങ്ങോട്ടേക്ക് വന്നു? ഇങ്ങോട്ടേക്ക് വന്നു, N ഇങ്ങോട്ടേക്കും പോയി. അപ്പൊ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. What will come in the place of question mark in the following equation? താഴെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എന്താണ്? ഇന്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ഇന്റർചേഞ്ചിങ് എങ്ങനെയാണെന്ന്. മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ടാ മാറുന്നത്? ഡിവിഷൻ ആയിട്ട് മാറുന്നുണ്ട്. മൈനസ് എന്തായിട്ട് മാറുന്നുണ്ട്? പ്ലസ് ആയിട്ട് മാറുന്നുണ്ട്. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നുണ്ട്. അഡീഷൻ എന്തായിട്ട് മാറുന്നുണ്ട്? സബ്ട്രാക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ? 297 ഡിവൈഡഡ് ബൈ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരിക? 297 ഡിവൈഡഡ് ബൈ 11 എന്ന് പറഞ്ഞാൽ 29 11ൽ എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. ബാലൻസ് 7. 77 എത്ര ടൈംസ് പോവും? 7 ടൈംസ് പോവും. പ്ലസ് 17 into 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരിക? 306 എന്നാണ് വരിക. മൈനസ് 91. ഇനി എന്താണ്? അഡീഷൻ ചെയ്യണം അല്ലെ? 27 പ്ലസ് 306 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 7 എന്താണ്? 13 വരും. 2 പ്ലസ് 1 3. ഇവിടെയും എന്ത് വന്നു? 3 എന്ന് വന്നു അല്ലെ? അപ്പൊ 3 എന്ന് വന്നു. മൈനസ് 91 എന്ത് വന്നു? 3 മൈനസ് 1 2 എന്ന് വന്നു. 13 മൈനസ് 9, അതിനകത്ത് 3 പോയി കഴിഞ്ഞു. ബാലൻസ് ഇവിടെ എത്ര പോണം? 6 പോണം. ബാലൻസ് വരുന്നത് 4 ആണ്. അവിടെ 2 ഉണ്ട്. അപ്പൊ ആൻസർ എന്ത് വന്നു?
242 എന്ന് ആൻസർ വന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് 2 എന്ന് വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ 2 എന്നുള്ള ഒരൊറ്റ ആൻസറേ ഉള്ളൂ. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ആൻസർ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒന്ന് കറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യണതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്തത് 7 people C, D, E, F, W, X and Y are sitting around a circular table. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഒരു സർക്കുലാർ ടേബിൾ അങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് 7 പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7 7 ടേബിളും മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഓൺലി 2 people sit between C and D when counted from the left to D. എന്താ പറയുന്നത്, സിയുടെയും ഡിയുടെയും, ഇപ്പൊ നമ്മൾ ആദ്യം ഡി എന്ന് പറഞ്ഞു, എന്നിട്ട് എന്താണ് ഡിയുടെ ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്തു. 1, 2, 3 മൂന്നാമത്തെ പൊസിഷനിൽ ആരിയ്ക്കുന്നുണ്ട്, സി ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഡിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ആൾക്കാരാണ് സിയുടെയും ഡിയുടെയും ഇടയിലായിട്ട് ഇരിക്കുന്നത്. അത് ക്ലിയർ ആയി. എക്സ് സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. എക്സ് എവിടെയായിരിക്കുന്നത്, ഡിയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ. അപ്പൊ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്. തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ആരായിരിക്കുന്നത്, എക്സ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഓൺലി 3 people sit between D and E. ഡിയുടെയും ഇയുടെയും ഇടയിൽ 3 ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പൊ നോക്കാം, 1, 2, 3 കഴിഞ്ഞാൽ ഇവിടെ ഇ വരാനുള്ള സാധ്യതയുണ്ട്. 1, 2, 3 ഇവിടെ ഇക്ക് പൊസിഷൻ ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇ ഇവിടെയാണ് പൊസിഷൻ വരുന്നത്. ഓക്കെ, എഫ് സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഡബ്ല്യു. എഫ് ഡബ്ല്യുവിന്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു വേക്കൻറ്റ് പൊസിഷൻ ഉണ്ട്, പക്ഷെ 2 ആളെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണ്, ഡബ്ല്യു ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരില്ല അല്ലെ, റൈറ്റ് ഇതാണ്. അപ്പോൾ ഡബ്ല്യു ഇവിടെ കൊടുത്താൽ ഡബ്ല്യുവിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ആരായിരിക്കുന്നത്, എഫ് ആണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ ബാലൻസ് ആരാ ഉള്ളത്, വൈ ഉണ്ട് അല്ലെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വൈയുടെയും എഫിന്റെയും ഇടയിൽ, അതായത് എഫിന്റെ റൈറ്റ് സൈഡ്, ഇതാണ് എഫിന്റെ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിലൂടെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് വൈയുടെയും എഫിന്റെയും ഇടയിൽ എത്ര പേര് ഇരിക്കുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര പേരായിരിക്കുന്നത്, 2 പേരാണ് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കറക്റ്റ് ആയിട്ട് പൊസിഷൻ മാർക്ക് ചെയ്യുക, വേർഡ് ബൈ വേർഡ് ഡീകോഡ് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ട്രയഡ് വിച്ച് ഫോളോസ് ദ സെയിം പാറ്റേൺ ആസ് ദാറ്റ് ഫോളോഡ് ബൈ ദ 2 triads ഗിവൺ ബിലോ. ബോത്ത് ട്രയഡ്സ് ഫോളോ ദ സെയിം പാറ്റേൺ. 2 ട്രയാഡ്സ് തന്നിട്ടുണ്ട്, സെയിം പാറ്റേൺ ഫോളോ ചെയ്യണതാണ്. ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ട്രയാഡ്സ് താഴെയുള്ളതിൽ ഏതാണ് എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തേത് എടുത്ത് നോക്കാം. H, N, J, F, M, O. ഇതില് എങ്ങനെ അറിയോ, എഫ്. ഓക്കെ, എഫ് ആണ് ആൽഫബറ്റിൽ ആദ്യം കിടക്കുന്നത് അല്ലെ. എ ബി സി ഇല്ല, ഡി ഇല്ല, ഇ ഇല്ല, എഫ് ഉണ്ട്. എഫ് എഫ് എ ബി സി ഡി ഇ എഫ് ജി എച്ച്. അപ്പൊ എന്താണ്, എച്ച് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ. എഫ് കഴിഞ്ഞ് ജി വന്നു, ജി എച്ച്, ഐ ജെ. ഓക്കെ, ഐ ജെ. ഇനി എന്താണ്, കെ എൽ, കെ എൽ എം. എൻ ഇവിടെയുണ്ട്, ഒ ഇവിടെയുണ്ട്. ഇതാണ് പാറ്റേൺ. ഓക്കെ, ഇതും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ താഴെ നമ്മൾ ആ പാറ്റേൺ ആണ് നോക്കേണ്ടത്. അപ്പൊ 4ാമത്തെ ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, എം. ഓക്കെ, എം എന്താ വരണ്ടേ, എൻ ഒ എന്നാണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ എന്ത്, എം എൻ ഒ. പിന്നെ എങ്ങനെയാ വരേണ്ടത്, ഒ എം, എം എൻ ഒ പി ക്യൂ ആണ് ഇവിടെ വരേണ്ടത് അല്ലെ. പി ക്യൂ ആണ് ഇവിടെ വരേണ്ടത്. സോ അതല്ല വന്നത്. ഇനി എൻ ഒ പി ക്യൂ ആർ ആണ് വരേണ്ടത്, തെറ്റി. ഇവിടെയും തെറ്റാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് എന്ന്. എന്നാലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. എൻ ഒ പി ക്യൂ ആർ എസ് ടി യു വി ഡബ്ല്യു. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അടുത്തതിലേക്ക് പോവാം. In a certain code language, a plus b means a is the son of b, a minus b. അത് നമുക്ക് വരുന്നത് വഴി ചെയ്യാം അല്ലെ. l plus m എന്ന് പറഞ്ഞാൽ എന്താണ്, a plus b, a is the son of b, l is the son of m. അപ്പൊ എന്താണ്, m പാരന്റ് ആണ്, l എന്താണ്, സൺ ആണ്. മെയിൽ ആണെങ്കിൽ നമ്മൾ മൈനസ് ആണ് ഇട്ട് കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ പ്ലസ് ആണ് ഇട്ട് കൊടുക്കുക. അപ്പൊ l സൺ ആണെന്ന് മനസ്സിലായി. അടുത്തത് m ഡിവൈഡഡ് ബൈ n.
എ ഡിവൈഡഡ് ബൈ ബി പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ദ ഫാദർ ഓഫ് ബി, എം ഈസ് ദ ഫാദർ ഓഫ് എൻ. അപ്പൊ എം മെയിൽ ആണെന്ന് മനസ്സിലായി, ആരുടെയും കൂടെ അച്ഛനാണെന്ന് മനസ്സിലായി, എന്നിന്റെയും കൂടെ അച്ഛനാണെന്ന് നമുക്ക് മനസ്സിലായി. എൻ ഇൻറ്റു ഒ, ഇൻറ്റു ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഈസ് ദ വൈഫ് ഓഫ് ഒ. അപ്പൊ എന്ത് മനസ്സിലായി? എൻ ഫീമെയിൽ ആണെന്ന് മനസ്സിലായി, ഒ അവരുടെ ഹസ്ബൻഡ് മെയിൽ ആണെന്നും നമുക്ക് മനസ്സിലായി. ഇനി മൈനസ് പി, ഒ മൈനസ് പി, ഒ മൈനസ് പി, എ മൈനസ് ബി. ഒ ഈസ് ദ ബ്രദർ ഓഫ് പി, ഒ ആരുടെ ബ്രദർ ആണ്? ഒ പിയുടെ ബ്രദർ ആണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പിയുമായിട്ടുള്ള എല്ലിന്റെ റിലേഷൻ എന്താണ്? എല്ല് പിയുടെ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. പിയുടെ ബ്രദറിന്റെ വൈഫിന്റെ ബ്രദർ എന്താണ്? ബ്രദേഴ്സ് വൈഫ് ബ്രദർ ആണ് എൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. എന്നാലും എന്താണ്, നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ല. കൃത്യമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ, ഈ പറഞ്ഞ പോലെ വേർഡ് ബൈ വേർഡ് ആയിട്ട് പോവാൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. അറിയാമെങ്കിൽ എന്നല്ല, അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10 is related to 22 following a certain logic. 10ഉം 22ഉം തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സെയിം ലോജിക് ഉപയോഗിച്ച് 24 ആരുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ട്? 50യുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 എന്നുള്ളത്, 6 എന്നുള്ളത് ഏത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 6 താഴെ തന്നിരിക്കുന്ന ഏത് നമ്പറുമായിട്ടാണ് ഇതുപോലെ റിലേഷൻ ഉണ്ടാവുക? നമുക്ക് അവിടെ കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ പറയണത്? നമ്പേഴ്സിനെ അതിന്റെ കോൺസ്റ്റുവൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതായത് 13 ആണ് നമ്മളിപ്പോൾ നമ്പർ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക ഒക്കെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ 13 എന്നുള്ളതിനെ 1, 3 എന്നൊന്നും ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ റിലേഷൻ എന്താണെന്ന് നോക്കാം അല്ലെ. 22 എങ്ങനെയാണ് നോക്കിക്കേ. 22 ഡിവൈഡഡ് ബൈ 2 എന്താ വരുന്നത്? 11 ആണ് വരുന്നത്. -1 എന്താ വരണേ? 10 ആണ് വരുന്നത്. അതുപോലെ തന്നെ നോക്ക്, 50 ഡിവൈഡഡ് ബൈ 2 എന്താ വരണേ? 25 ആണ് വരുന്നത്. -1 എന്താ വരണേ? 24 ആണ് വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സിന് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായോന്ന്. മിസ്സിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതൊന്നുമില്ല. മിസ് എന്ത് ചെയ്തു? 22 - 10 ചെയ്തപ്പോൾ ഇവിടെ 12 എന്ന് കിട്ടി. അതിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. 50 - 26 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അല്ല, 50 - 24 ചെയ്തപ്പോൾ 26 കിട്ടി. ഇതിന്നാണ് എനിക്ക് മനസ്സിലായത് 50 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 20 പോയി. 25 - 1 ചെയ്താൽ 24. ഈ ക്വസ്റ്റ്യനിൽ നിന്നാണ്, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എനിക്ക് പാറ്റേൺ കിട്ടിയത്. ഓക്കെ, അതല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയതൊന്നുമല്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് ആൻസർ കിട്ടും. കിട്ടിയാൽ ഭാഗ്യം. 14/2 = 7 - 1 = 6. അത് നമുക്ക് നോക്കിയിട്ട് തന്നെ ചെയ്യാം അല്ലെ. 14/2 എന്ന് പറഞ്ഞാൽ 7 ആണ്, -1 6 ആണ്. ഇതൊന്നും പേനയുടെ ആവശ്യം പോലും വരുന്നില്ല. 18/2 എന്താണ്? 9 ആണ്. -2 ചെയ്യുമ്പോൾ 6 കിട്ടില്ല എന്നറിയാം. 16. അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടില്ല എന്നുള്ള കാര്യം കണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോറി, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻസ് തീർന്നു, ഞാൻ പറഞ്ഞത് മറന്നുപോയി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ RRB എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഇനി വരുന്ന പരീക്ഷകളിലും ഒക്കെ പിന്തുടരാൻ സാധ്യത എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, അതെല്ലാം മുന്നോട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.